വയനാട് WMO UP സ്കൂളിൽ ഭക്ഷ്യവിഷബാധയെന്ന സംശയം 18 വിദ്യാർത്ഥികളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംഭവത്തെ തുടർന്ന് ഭക്ഷ്യസുരക്ഷാ വിഭാഗം സ്കൂളിലെത്തി പരിശോധന നടത്തി. കൂടുതൽ വിവരങ്ങളുമായി അർജുൻ PS ചേരുന്നുണ്ട്. അർജുൻ, വിദ്യാർത്ഥികളുടെ നില ഇപ്പോൾ എങ്ങനെയാണ്? ഇത്തരത്തിൽ ഉച്ച ഭക്ഷണത്തിൽ നിന്നാണ് വിദ്യാർത്ഥികൾക്ക് വിഷബാധ ഏറ്റത് എന്നുള്ളതാണ് ഒരു ആക്ഷേപമുള്ളത്. അത്തരത്തിൽ ഈ വിദ്യാർത്ഥികളെ ആശുപത്രിയിൽ എത്തിച്ചിട്ടുണ്ട്. ഒരു 16 വിദ്യാർത്ഥികൾ ഇപ്പോൾ ഉള്ളത് കൈനാട്ടി ഗവൺമെന്റ് ഹോസ്പിറ്റലിലാണ്. 2 കുട്ടികൾ ഒരു സ്വകാര്യ ഹോസ്പിറ്റലുമുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിൽ ഈ ഒരു 16 വിദ്യാർത്ഥികൾ, അതായത് ഈ ഹോസ്പിറ്റൽ കൈനാട്ടി ഹോസ്പിറ്റലിലുള്ള 16 വിദ്യാർത്ഥികൾ 2 പേർ ഇപ്പോൾ ICUവിലുണ്ട്. പക്ഷെ അവരുടെ നില ഗുരുതരമല്ല, BP ഡൗൺ ആയതാണ് എന്നുള്ളതാണ് വിശദീകരിക്കുന്നത്. ഡോക്ടർ അധികൃതർ വിശദീകരിക്കുന്നത് നമ്മൾ അല്പം മുമ്പ് തന്നെ നമ്മൾ ഇവിടുത്തെ DMOനെ അടക്കം വിളിച്ചിരുന്നു. അപ്പോൾ DMO പറഞ്ഞത് ആശങ്കപ്പെടാനില്ല, അത്തരത്തിൽ ആർക്കും അപകട നിലയില്ല എന്നുള്ളത് തന്നെയാണ് ഇവർ പറയുന്നത്. എന്തിനാൽ തന്നെയും അല്പസമയത്തിനകം വിശദമായ ഒരു റിപ്പോർട്ട് പുറത്തുവിടുമെന്നുള്ളതാണ് DMO അറിയിച്ചിട്ടുള്ളത്. എന്തിനാൽ തന്നെയും ഇത്രയും കുട്ടികൾ 18 കുട്ടികളാണ് ഇത്തരത്തിൽ ഭക്ഷ്യവിഷബാധയേറ്റ് ആശുപത്രിയിൽ എത്തിയിട്ടുള്ളത്. ഇത് കൃത്യമായി തന്നെയും സ്കൂളിൽ നിന്നാണോ, WMO സ്കൂളിൽ നിന്ന് തന്നെയാണോ ഈ ഭക്ഷ്യവിഷബാധ ഏറ്റിരിക്കുന്നത് എന്നുള്ളത് കൂടി പരിശോധിക്കേണ്ടിയിരിക്കുന്നു. വിഷ്ണു. അർജുനൊപ്പം തന്നെ ഭക്ഷ്യസുരക്ഷാ വിഭാഗം സ്കൂളിലെത്തി പരിശോധന നടത്തിയെന്ന് പറയുന്നുണ്ട്. നിലവിൽ ആ ഒരു പരിശോധന സംബന്ധിച്ചുള്ള എന്തെങ്കിലും വിവരങ്ങൾ ഈ ഒരു ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ടോ? വിഷ്ണു, കഴിഞ്ഞ കുറച്ച് നേരം മുമ്പാണ്, ഒരു 2 മണിക്കൂർ മുമ്പാണ് ഇത്തരത്തിൽ ഭക്ഷ്യസുരക്ഷാ വിഭാഗം ഇവിടെ എത്തി പരിശോധന നടത്തിയത്. പക്ഷേ ഇത്തരത്തിൽ കാര്യമായ ഒന്നും കിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ തങ്ങൾക്ക് സംശയിക്കാത്ത രീതിയിലൊന്നും കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് ഭക്ഷ്യസുരക്ഷാ വിഭാഗം പറയുന്നത്. അല്പം സമയത്തിനകം തന്നെ നമുക്ക് കൂടുതൽ വിവരങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. ശരി, അർജുൻ PS ആണ് വിവരങ്ങൾ നൽകിയത്.